I'm coming to save Malayalam cinema. അങ്ങനെ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. എനിക്ക് പേഴ്സണലി പടം ഭയങ്കര വർക്കായി. ഞാൻ തിയേറ്ററിലേക്ക് ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയതുകൊണ്ട് എനിക്ക് പുറത്തുള്ള പോസ്റ്ററൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഓടിപ്പിടിച്ചാണ് തിയേറ്ററിൻ്റെ അകത്ത് കയറിയത്. അപ്പോഴത്തേന് പരസ്യം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് പടം തുടങ്ങിയില്ല. പടം തുടങ്ങി ആദ്യത്തെ ഒരു 5 മിനിറ്റ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. ഞാൻ ഈ കറക്റ്റ് പടത്തിനല്ലേ കയറിയെന്ന്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ പടത്തിന് ട്രെയിലർ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ടീസർ കണ്ടു ഡയറക്റ്റ് ചെല്ലുന്നു. ടീസറിനകത്താണെങ്കിൽ മോസ്റ്റ്ലി നെസ്ലിനാണ്, പിന്നെ ചെറിയ പയ്യനുമാണ്. അപ്പം ഞാൻ ചെന്ന് കയറി തുടക്കം മുതൽ ജഗദീഷേട്ടനും വേറെ ഏതോ ഒരു ചെറുക്കനും. ഇവരെ കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ പടം മാറിപ്പോയി. ഞാൻ പോസ്റ്ററൊന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ടിക്കറ്റ് കാണിച്ച് ഓടി കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം ഒന്ന് ചെറിയൊരു കൺഫ്യൂഷനായി. പക്ഷെ അധിക സമയം എടുത്തില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡയലോഗ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സ്ഥലം മാറിപ്പോയിട്ടില്ല. ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന സൈസാണ് കഥ ആദ്യത്തെ 5 മിനിറ്റ് മുതൽ തന്നെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് പടം ശരിക്കും പറഞ്ഞാൽ ടേക്ക് ഓഫ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കരമായിട്ട് വർക്കായി. ഇത് മൂന്നിനുണ്ണി അസോസിയേറ്റ്സ് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും ഈ പടം വർക്കാവും. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഈ മൂവിയിലെ പെർഫോമൻസസ്, എസ്പെഷ്യലി നെസ്ലിൻ. ഈ പടം മുഴുവൻ ഷോൾഡർ ചെയ്യുന്നത് നെസ്ലിനാണ്. അത് ആ ചെറുപ്പം മുതലുള്ള ആ ഗ്രോത്ത്, ആ ക്യാരക്ടർ പോകുന്ന വഴികൾ, വരുന്ന കാര്യങ്ങൾ, ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് ഒക്കെ കിടിലമായിട്ടാണ് നെസ്ലിൻ ആക്ട് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സ്പീച്ചുണ്ട്. ആ സ്പീച്ച് കേൾക്കാത്തപ്പോൾ രോമാഞ്ചം അടിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ ആ സമയത്ത്. അപ്പോൾ നെസ്ലിൻ്റെ വക ഒരു കിടിലം പെർഫോമൻസാണ്. പിന്നെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന റോഷൻ, പിന്നെ ഗോപിക, പിന്നെ ഷറഫുദ്ദീൻ്റെ കിടിലം ഒരു പെർഫോമൻസാണ്. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സച്ചിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആ പടം കണ്ടു കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഓർത്തിരിക്കും ആ ക്യാരക്ടർ പ്രത്യേകിച്ച്. പിന്നെ ജഗദീഷ് ഏട്ടൻ തുടക്കത്തിലൊരു 10-15 മിനിറ്റ് ആളുള്ളൂ, ബട്ട് സ്റ്റിൽ ഒരു അന്യായ ഇമ്പാക്റ്റ് കൊടുത്തിട്ടാണ് ആൾ പോകുന്നത്. ഒരാളുടെ ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ ഇപ്പോൾ വന്ന എല്ലാ പടത്തിലും ആരെങ്കിലുമൊക്കെ ക്യാമിയോ ചെയ്യും, ബട്ട് സ്റ്റിൽ ഇത് മെൻഷൻ ചെയ്യേണ്ട ഒരു ക്യാമിയോ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. അത് നൈസായിരുന്നു. പിന്നെ ഈ പടത്തിലെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ആസ് എ ഹോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗോട്ടെന്ന് പറയുന്ന പാട്ട്, ആ പാട്ട് സിംഗിളായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും വർക്ക് ആവാഞ്ഞൊരു പാട്ടാണ്. എനിക്കത് പേഴ്സണലി വർക്കായില്ല. പക്ഷേ എനിക്ക് ആസ് എ സിംഗിൾ വർക്കാവാതിരുന്ന ആ പാട്ട് ഇവർ ഈ മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്ന രീതി, അതൊരു ഒന്നൊന്നര പരിപാടിയാണ്. ഈ പാട്ട് കൊണ്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് രോമാഞ്ചം അടിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ചില പോർഷൻസിൽ ഈ പാട്ടിൻ്റെ ചില ലൈൻസ് വരുമ്പോഴത്തേനുണ്ടല്ലോ, അതൊരു കിടിലം പരിപാടിയാണ്. അതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഈ ഡയറക്ടറിൻ്റെ കാര്യം, അഭിനവ് സുന്ദർ നായക്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതുപോലൊരു സിനിമ ചെയ്യാൻ ഇങ്ങേർക്കേ പറ്റുള്ളൂ. ഇതിപ്പോൾ മുകുന്ദനുണ്ണി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങേരല്ലാതെ വേറെ ആരും ഇങ്ങനെയൊന്നും പടം എടുക്കില്ല. കാരണം ഒരു കൺവെൻഷണൽ ഹീറോ, ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, നല്ലത് ചെയ്യുന്നവന് നല്ലത് മാത്രം, ഈ മോശം ചെയ്യുന്നവന് മോശം മാത്രം. ലൈഫ് അങ്ങനെ ഫെയർ ഒന്നുമല്ല, കർമ്മയും ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു എക്സാമ്പിളാണ് ഈ പടം. സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിൻ്റെ തൊഴുത്തിക്കുത്തായിക്കോട്ടെ, ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടി പടം എടുക്കുന്നതായിക്കോട്ടെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇത്രയും ബോൾഡായിട്ട് പറയാൻ ഇങ്ങേർക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആരും ഇതൊന്നും ചെയ്യാൻ പോലും പോണില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പടത്തിൽ പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയത്. പിന്നെ നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് മുകുന്ദനുണ്ണിയുടെ കുറച്ചധികം ഒരു കാറ്റടിച്ചത് പോലെ തോന്നി. ബട്ട് സ്റ്റിൽ അക്സെപ്റ്റബിൾ. മുകുന്ദനുണ്ണിയിൽ നമ്മൾ കണ്ടില്ലേ ചെറിയ ആനിമേഷൻ സെക്ഷൻസ് വരുന്നത്, നമുക്ക് കഥ കുറച്ചുകൂടെ ഡൈജസ്റ്റബിൾ ആക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനെയൊക്കെ. ഈ സിനിമയിലേക്ക് അത് വരുമ്പോഴത്തേക്കും
അതിൻ്റെ യൂസേജ് കുറച്ച് എക്സസീവ് ആയോ എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അത് കുറച്ച് കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്താണെങ്കിലും ഡയലോഗ്സിൽ എക്സ്പോസിഷൻ പോലെ പറയുന്നുണ്ട്. പിന്നെ ഈ ആനിമേഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എൻ്റർടൈനിങ്. ഒട്ടും ബോറടിച്ചു എന്നല്ല പറയുന്നത്, കുറച്ച് കൂടുതലായിട്ട് ആനിമേഷൻസ് വന്നതുപോലെ തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് തോന്നിയത്. മൂവി എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്ക് വർക്കാവുന്നത് നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല, നിങ്ങൾക്ക് വർക്കാവുന്നത് എനിക്കും വർക്കാവണമെന്നില്ല. സോ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. പ്ലസ് ഇങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു യുണീക്ക് സ്റ്റൈലും ഒരു വിഷനും ഉള്ള ഡയറക്ടേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇവർക്ക് ഇതുപോലെ നല്ല കിടിലം പടങ്ങളുമായിട്ട് ഇനിയും വരാൻ പറ്റാത്ത പോലെ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് അല്ലാതെ ഇതൊന്നും അല്ല, എനിക്കിവിടെ പറയാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു യുണീക്ക് വോയിസ് വരുന്ന ഡയറക്ടേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഐ തിങ്ക് എവറിബഡി ഷുഡ് വാച്ച് ദിസ് ഇൻ ദ തിയേറ്റേഴ്സ്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.